ഭാഗം 93. ടീനയോ? അതും ക്രിസ്ത്യൻ കുടുംബത്തെയും കൊന്ന് 5 വർഷത്തോളം കഴിഞ്ഞല്ലേ ആ സംഭവം നടക്കുന്നത്. അത്രയും വർഷത്തിന് ശേഷവും ടീന ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പേരുകേട്ട കാർഡിയാക് സർജൻ തന്നെ എത്തിയെങ്കിൽ ഒരാളല്ല 4 പേരടങ്ങുന്ന ഒരു സംഘം ഡോക്ടർമാർ. ഡോക്ടർ നന്ദഗോപാൽ അതിലൊരാൾ മാത്രമായിരുന്നു. അത് ടീന തന്നെ ആയിരുന്നോ? പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് വീര. ടീനയുടെ സർജറിക്ക് വേണ്ടി സൈൻ ചെയ്ത് കൊടുത്തത് ജെയിംസ് ആണ്. ജെയിംസ്? ഏത് ജെയിംസ്? ടീനയുടെ വളർത്തച്ഛൻ, അതായത് ക്രിസ്റ്റിയുടെ അച്ഛൻ. നീ വെറുതെ പൊട്ടത്തരം പറയല്ലേ അജിത്തെ. നീ എന്താ സ്വപ്നം കണ്ടോ? ഒന്നാമത് ആ ടീന ജീവനോടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. സ്വത്തുക്കൾക്ക് വേണ്ടി ദേവനാഥിന് ടീനയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതു വിധത്തിൽ വേണമെങ്കിലും കൈയടക്കി വെക്കാം. ഒരു കുഞ്ഞു പോലും ചോദ്യം ചെയ്തു വരില്ല. കുര്യൻ അവന്റെ കൂടെയുണ്ടല്ലോ. അങ്ങനെയല്ല, ആ സ്വത്തുക്കൾ ടീന ജീവനോടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ അധീനതയിലാകും. അങ്ങനെയും ചില ക്ലോസ് ഉണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജെയിംസ് മരിച്ചിട്ട് ഏതാണ്ട് 5 വർഷം പിന്നിട്ടിരുന്നുവെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ അന്ന് സൈൻ ചെയ്തത് കുര്യനാവാനാണ് സാധ്യത. കാരണം അയാളാണല്ലോ അവളെയും ക്രിസ്റ്റിയെയും നിയമപരമായി ഏറ്റെടുത്തത്. ക്രിസ്റ്റിയുടെ കുടുംബം കൊല്ലപ്പെട്ടതു മുതൽ ഹോസ്പിറ്റലിനും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ കുര്യന്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി. അന്ന് ശക്തിയുടെ കാര്യത്തിൽ മന്ത്രിയുടെ മകൻ ഉൾപ്പെട്ട കേസെന്ന പേരുണ്ടായിരുന്നുവെങ്കിലും എവിടെയും ആഭ്യന്തരമന്ത്രി ദേവവർമ്മയുടെ പേരിലായിരുന്നു. മറിച്ച് എക്സ് മന്ത്രി കുര്യന്റെ പേരായിരുന്നു. അതായത് സൂര്യദേവ് അക്കൂട്ടത്തിൽ ഇല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി അജിത്തെ? ശക്തിയുടെ കേസിന്റെ കാര്യം നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കൂടുതലായി അന്വേഷിച്ചത്. അതുവരെ എന്റെ അന്വേഷണം ആ വഴിക്ക് നീങ്ങിയിരുന്നില്ലല്ലോ. അന്ന് എവിടെയും ദേവവർമ്മയുടെ പേരുണ്ടായിരുന്നില്ല. കുര്യന്റെ മാത്രം പേരാണ് പറഞ്ഞു കേട്ടത്. അതിലെന്തോ കളി നടന്നതുപോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ദേവവർമ്മ കുര്യനെ പോലെ സ്വന്തം കീശ മാത്രം നിറച്ചൊരു വ്യക്തിയല്ല. അയാളുടെ മണ്ഡലത്തിൽ വികസനങ്ങൾ വന്നത് അയാളിലൂടെയാണ്. എന്നാൽ ഇളയ മകന്റെ കാര്യത്തിൽ മാത്രം അയാൾ ഒരു സ്വാർത്ഥനായ അച്ഛൻ മാത്രമായിരുന്നു. പ്രതിച്ഛായ തകരാതെ ഇരിക്കാൻ വേണ്ടിയോ മറ്റോ കളിച്ച കളിയാകുമെന്ന് തോന്നി. സൂര്യൻ മരിക്കുമ്പോഴും അയാൾ മന്ത്രിസ്ഥാനത്ത് തന്നെ ആയിരുന്നല്ലോ. പിന്നീട് 6 മാസത്തിന് ശേഷം നടന്ന ആക്സിഡന്റോടെ അയാൾ കിടപ്പിലാവുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഡോക്ടർ നന്ദഗോപാൽ നിന്നോട് സംസാരിച്ചപ്പോൾ എന്തിന് പല കാര്യങ്ങളും മറച്ചു പിടിച്ചുവെന്നാണ്. എന്തു മറച്ചു വെച്ചുവെന്ന്? വീരനാകെ കൺഫ്യൂഷനിലായി. അതായത് അന്ന് ക്രിസ്റ്റിയും കുടുംബവും കൊല്ലപ്പെട്ട സമയം ദേവനാഥിന് പ്രായം 25-നടുത്തുണ്ടാകും. മെലിഞ്ഞു നീണ്ടിരുന്നതിനാൽ ചെറിയ പയ്യനെന്ന തോന്നലുണ്ടാക്കും. അതുകൊണ്ടാണ് ക്രിസ്റ്റിക്കും അവനും ഒരേ പ്രായമാണെന്ന് നിനക്ക് തോന്നിയത്. ആ ഡോക്ടർ ബോധപൂർവം നിന്റെ ശ്രദ്ധ തിരിച്ചും വിട്ടു. നിഖിലയെ നിന്റെ അത്ര പരിചയമൊന്നും എനിക്കില്ല. എങ്കിലും അവളെക്കുറിച്ച് അത്യാവശ്യം വേണ്ടതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി അജിത്തെ, നികേഷിനേക്കാൾ എനിക്കടുപ്പം നിഖിലയോടായിരുന്നു. അവളാണ് ആദ്യം അനു എനിക്ക് ചേർന്നൊരാളല്ലെന്ന് പറഞ്ഞത്. അരവിന്ദുമായി അവൾക്കുള്ള ബന്ധം അറിയാത്തതിനാൽ അനുവിന് അന്നു മുതൽ നിഖിലയോട് ദേഷ്യമായിരുന്നു. നിഖിലയ്ക്ക് എന്നോട് പ്രേമമാണെന്ന കണ്ടുപിടുത്തമാണ് അവൾ നടത്തിയത്. നിഖില അത് നന്നായി മുതലാക്കുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ അനുവിനോട് തുറന്നു പറയാൻ പാടില്ലെന്നും അവൾ വാശി പിടിച്ചിരുന്നു. നിനക്കറിയാലോ, അനുവിനെ അവളുടെ അതേപോലെയുള്ള സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടാണ് ഞാൻ സ്നേഹിച്ചിരുന്നതെന്ന്. അജിത്ത് മൂളി. അവനും വീരനും അനുവും തമ്മിലുള്ള ബന്ധത്തിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ. നിഖിലയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം അജിത്തെ. അതുകൊണ്ടാണ് അവളെക്കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും ഞാൻ വിശ്വസിക്കാത്തത്. അവൾക്ക് സ്നേഹവും വിശ്വാസവും ഉള്ളവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും അജിത്തെ. ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കെ അവളുടെ അന്വേഷണം ദേവനാഥിലേക്ക് നീളണമെങ്കിൽ അതിനൊരു കാരണം മാത്രമേയുള്ളൂ. അവൾ ആർക്കോ വേണ്ടി ആരുടെയോ വാക്കുകൾ കേട്ട് ദേവനാഥിന്റെ പിന്നാലെ കൂടിയതാണ് അല്ലേ? വീരൻ ചോദിച്ചപ്പോൾ അജിത്ത് തലയാട്ടി. ഞാൻ എത്ര ചിന്തിച്ചു നോക്കിയിട്ടും എനിക്കത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല അജിത്തെ. നിനക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ? എന്റെ അന്വേഷണം പല വഴിക്കായിരുന്നു വീര. നീയും കൂടി നാട്ടിൽ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇവിടേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നന്ദഗോപാൽ നമുക്ക് കുറെ ഹിന്റുകൾ നൽകിയിട്ടുണ്ട് വീര. കുര്യനും ജെയിംസും തമ്മിലുള്ള ബന്ധമൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് അയാൾ ക്ലിയർ ആക്കി. എന്നാൽ ജെയിംസിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്. അതിന്റെ സൂചന പോലും നൽകിയിട്ടില്ല. അതാ രാജ്യത്തെ പറയാം.
അത് മറ്റൊരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ദേവനാഥിന് നമ്മുടെ 2 കുടുംബങ്ങളോടുള്ള പക മൂലം അവന്റെ എല്ലാ ബന്ധങ്ങൾക്കും പിന്നാലെ പോകേണ്ട ഗതികേടാണ് നമുക്കുള്ളത്. ദേവനാഥിന്റെയും കുര്യന്റെയും വളർച്ച ഈ ജെയിംസുമായി ബന്ധപ്പെട്ടാണ്. അതിനെ കുറച്ച് കാര്യങ്ങൾ എനിക്കിനിയും വ്യക്തമല്ല. അതുകൊണ്ട് അതിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ ശക്തിയുടെ കേസിലേക്ക് തന്നെ വരാം. സൂര്യ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന കാര്യം നമ്മൾ വൈകിയല്ലേ അറിഞ്ഞത്. അതേപോലെ ഈ ദേവവർമ്മയുടെ പേര് പോലും ഡോക്ടർ പറഞ്ഞത് നമ്മൾ കൂടുതൽ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. സ്വയം നമ്മളായി കണ്ടെത്തട്ടെ എന്ന് കരുതിയ സൂചനകൾ നൽകിയതാവുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അയാൾക്ക് അവിടെ മറ്റൊരു ലക്ഷ്യവുമുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അജിത്ത് ആലോചനയോടെ പറഞ്ഞു. അങ്ങനെയാവും അജിത്തെ. എനിക്ക് ചന്ദ്രുവുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് മനഃപൂർവ്വം പറയാതെ പറയുന്നതാകും. ചന്ദ്രു എനിക്ക് വെറും ഒരു സുഹൃത്തു മാത്രമല്ലെന്ന് ഡോക്ടർ ഊഹിച്ചു കാണും. ഇത്രയും വർഷങ്ങളായി ഒപ്പമുള്ള വ്യക്തിയല്ലേ. സൂര്യന്റെ കാര്യം നമുക്ക് മുമ്പേ അറിയാമായിരുന്നല്ലോ. അത് ശക്തിയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞ ശേഷം എന്റെ അന്വേഷണം ആ വഴിക്കാണ് നീങ്ങിയത്. അതുവരെ സൂര്യയുടെയോ അവന്റെ വീട്ടുകാരുടെയോ മറ്റുള്ള ചരിത്രങ്ങൾ ചികയേണ്ടി വന്നിട്ടില്ലല്ലോ. അങ്ങനെയാണ് ദേവവർമ്മയുടെ ചരിത്രമൊക്കെ മനസ്സിലായത്. അയാളുടെ നാരായണൻ എന്നൊരു സുഹൃത്തിനെ ഞാൻ മുമ്പേ തേടിയിറങ്ങിയതാണെങ്കിലും കണ്ടെത്തിയത് ഇന്നലെയാണ്. അതും അയാളായി എനിക്കരികിൽ വന്നപ്പോൾ മാത്രം. ഇതാരാ പുതിയ കഥാപാത്രം? വീരൻ നെറ്റി ചുളിച്ചു. ഒരു കഴിയാൻ തുടങ്ങുമ്പോൾ കൂടുതൽ ആളുകൾ കടന്നു വരുന്നത് അവനും മുഷ്ടിലുണ്ടാക്കി. പുതിയതല്ല വീര, നമ്മൾ കാണാതെ പോയ കഥാപാത്രമാണ്. നിഖിലയുടെ കോളേജ് കാലത്തിലേക്കും ഞാൻ അന്വേഷണം തുടർന്നിരുന്നല്ലോ വീര. അതാണ് നാരായണനെ കണ്ടുമുട്ടാൻ സഹായിച്ചത്. നിഖില, നാരായണൻ, ശക്തി ഇവർ മൂവരും തമ്മിൽ ബന്ധമുണ്ട്. അതേപോലെ നാരായണനും ക്രിസ്റ്റിയും തമ്മിലും. മനസ്സിലായില്ല അജിത്തെ. വീരനിൽ സംശയം നിറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് നിഖിലയും ശക്തിയും കണ്ടുമുട്ടിയ കഥയിൽ ഒരു അസ്വാഭാവികത തോന്നിയില്ലേ വീര? എന്തസ്വാഭാവികത? വീരന്റെ നെറ്റി ചുളിഞ്ഞു. അവൻ അക്കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവൻ അജിത്തിനോട് പറഞ്ഞിട്ടുമില്ലല്ലോ. അറിയാത്ത 2 പെൺകുട്ടികൾക്ക് വേണ്ടി നിഖില ഹോസ്പിറ്റലിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് കേട്ട് നിഖില ഉദാര മനസ്കയാണെന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാത്രവുമല്ല, അന്ന് നിഖില ഒരു സ്റ്റുഡന്റ് കൂടിയായിരുന്നു. നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നത് എനിക്കതിൽ വ്യക്തത ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വഴിമുട്ടിപ്പോകുമ്പോഴോ ആയിരുന്നു. നിഖിലയോട് നിനക്കുള്ള ഇഷ്ടം എനിക്കും അറിയാം. അങ്ങനെയിരിക്കെ അവളുടെ പ്രവൃത്തികളെ സംശയിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചാൽ നീ എന്റെ കൂമ്പിലിട്ടിടിക്കുമെന്നും അറിയാം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാതെ പോയത്. സത്യം അജിത്തെ, അവൾക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് വീഴുന്നത് എനിക്ക് നിസ്സാരമായി കണ്ടു നിൽക്കാൻ കഴിയില്ല. സഹോദരിയുടെ സ്ഥാനം എന്നൊന്നും പറഞ്ഞ് ഞാൻ ചെറുതാക്കുന്നില്ല. അവളോട് എനിക്കുള്ള ആത്മബന്ധം നിനക്കറിയാലോ. അനുവും ഞാനും തമ്മിൽ നിരന്തരമായ വഴക്കുകൾ നടന്നിരുന്നത് പോലും നിഖിലയുടെ പേരിലാണ്. എന്നിട്ട് പോലും ഞാൻ അവളെ അകറ്റി നിർത്തിയിട്ടില്ല. അവളുടെ ആത്മവിശ്വാസം കൂടിയായിരുന്നു ഞാൻ. കുറെയൊക്കെ എനിക്കും അറിയാലോ. സത്യത്തിൽ നമുക്ക് നിഖിലയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ തെളിവിൽ അവളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മളുടെ ഊഹങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്കറിയാം, ക്രിസ്റ്റി അല്ലെങ്കിൽ ദേവനാഥുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു നിഖിലയെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അന്വേഷണം ആ ഹോസ്പിറ്റലിലേക്ക് നീട്ടിയത്. വെറുതെ ഒന്നും നിഖില ആ ഹോസ്പിറ്റലിലേക്ക് പോകില്ലെന്നൊരു തോന്നൽ. അന്നത്തെ ദിവസം ആ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നെന്ന് അറിയാൻ ഒരു ശ്രമം നടത്തി. നിങ്ങളുടെ ഒപ്പം പഠിച്ച വിനീത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതും സർജനായി. അവൻ വഴിയാണ് ഡോക്ടർ നന്ദഗോപാൽ ആ ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിച്ചതിനെ കുറിച്ച് അന്വേഷിച്ചത്. വിനീതോ? അവനങ്ങനെ ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്ന വ്യക്തിയല്ലല്ലോ അജിത്തെ. ആദ്യം അവൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സഹകരിച്ചു. അല്ല, സഹകരിക്കേണ്ടി വന്നു. ഭാര്യ വീട്ടിലിരിക്കെ അവിഹിതം നടത്തി പോകുന്നവൻ എന്നെ ഭയക്കാതെ ഇരിക്കുമോ? അതുകൊണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും മുഴുവൻ വിവരങ്ങളും അവൻ എനിക്ക് ചോർത്തി തന്നു. ആ ഹോസ്പിറ്റലിൽ ഏതാണ്ട് 2 വർഷത്തോളം പ്രധാനപ്പെട്ട കേസുകൾ 3-4 മാസം കൂടുമ്പോൾ നന്ദഗോപാൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ കൂട്ടത്തിൽ ശക്തി പറഞ്ഞതുപോലെ നിഖില അവരുടെ അടുത്തേക്ക് ചെന്ന സംഭവങ്ങളൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. അന്ന് അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിൽ ശക്തിയുടെയും ടീനയുടെയും ഒക്കെ പേരുകളും ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെയും ഓരോ കേസുകൾ അറ്റൻഡ് ചെയ്തിരുന്നവരുടെയും ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു. അന്വേഷണത്തിനൊടുവിൽ, അതായത് ഇന്നലെ എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. ആര്? ഞാൻ നേരത്തെ പറഞ്ഞ നാരായണൻ. അയാൾ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, നിഖിലയുടെ അധ്യാപകൻ. അവിടം കൊണ്ട് മറ്റൊരു കഥ തുടങ്ങുകയാണ് വീര. അതാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത്. ചിലപ്പോൾ നിന്റെ ഡോക്ടർ നന്ദഗോപാൽ പോലും കണ്ടെത്താതെ പോയ കഥയാവും
അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം പറയാതെ പോയ കഥ. വെറുതെ കഥ പറഞ്ഞു പോയാൽ പലതും നമുക്ക് ക്ലിയർ ആവാതെ പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം, നിന്റെ മുത്തച്ഛന്റെ കാലത്തിലേക്ക്. ഇന്നുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർഡറിലാക്കി നമുക്ക് എൻഡിങ്ങിൽ എത്തിക്കണം. അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അപ്പച്ചി ആ വീഡിയോ കണ്ടോ? അവൾ ക്രിസ്റ്റിയെ കാണാൻ പോയ വീഡിയോ. ലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നത് CCTV-യിൽ ഉണ്ടായിരുന്നു. അത് അച്ഛമ്മയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിയോട് കാര്യങ്ങൾ തുറന്നു പറയാമല്ലേ? അവളും അറിയണ്ടേ അത് ക്രിസ്റ്റി അല്ലെന്ന്. ഇപ്പോൾ വേണ്ട. പൂട്ടിയിട്ടേക്കുന്ന മുറിയുടെ താക്കോലിനു വേണ്ടി അവളും ശ്രമിക്കുന്നുണ്ട്. അതിനർത്ഥം അവൾക്കെന്തോ അറിയാമെന്നല്ലേ? സ്റ്റെഫിയെ കല്യാണം കഴിച്ചിട്ടും അവർക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും ലക്ഷ്മി ക്രിസ്റ്റിയോട് ബന്ധം പുലർത്തുന്നുവെങ്കിൽ അവൾക്ക് അവൻ ആരാണെന്ന് അറിയാമെങ്കിലോ? അങ്ങനെയെങ്കിൽ അവളെ വാച്ച് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയാകും വീര. അജിത്ത് ആലോചനയോടെ പറഞ്ഞു. ഓക്കെ, നമുക്കിനി ഓർഡർ ചെയ്ത് പറയാം. ഞാനെന്തെങ്കിലും വിട്ടുപോയാൽ നീ തന്നെ ക്ലിയർ ചെയ്യണം. നീ പറഞ്ഞു അജിത്തെ. നിന്റെ മുത്തച്ഛന് നാടു മുഴുവൻ സംബന്ധങ്ങളായിരുന്നു. ഇക്കാര്യത്തിൽ ജീവനത്തിലുള്ളവരും മോശമല്ലായിരുന്നു. ഒരു പക്ഷേ നല്ല സ്വഭാവമുള്ള നിന്റെ മുത്തച്ഛനെ വഴിതെറ്റിച്ചത് തന്നെ ജീവനത്തിലുള്ളവരായിരിക്കും. പുള്ളി ജാനകി മുത്തശ്ശിയെ കല്യാണം കഴിച്ചതോടെ നന്നാവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ജീവനത്തുകാരുടെ വാക്ക് കേട്ട് ഒരു ബാല്യക്കാരി നിന്റെ മുത്തച്ഛൻ കീഴ്പ്പെടുത്തിയെന്ന് കള്ളം പറഞ്ഞു. തന്നെ ആരും വിശ്വസിക്കാത്ത അവസ്ഥയിൽ ദേഷ്യവും പകയും മൂലം നിന്റെ മുത്തച്ഛൻ അവരെ ശരിക്കും ബലാത്കാരം ചെയ്തു. അത് നിന്റെ ജാനകി മുത്തശ്ശി നേരിട്ട് കണ്ടു. അവരുടെ അകൽച്ചയ്ക്കിടയിൽ നിന്റെ മുത്തശ്ശൻ ദേവകിയുടെ അമ്മയുമായി അടുത്തു. ഗർഭിണിയായ അവർ പാലാഴിയിലെത്തി. പിന്നീട് അതേ പേരിൽ നിന്റെ മുത്തച്ഛനെ അവിടെ നിന്നും ഇറക്കി വിട്ടു. പാലാഴിയുടെ അധികാരം ജാനകി മുത്തശ്ശിക്കായി. പുള്ളിക്ക് ജാനകി മുത്തശ്ശിയിലല്ലാതെ ജനിച്ച മകളാണ് ദേവകി. മറ്റുള്ള ചതിയുടെയും പകയുടെയും കഥകള് ഞാൻ പറയുന്നില്ല, നിനക്കും അതെല്ലാം അറിയാമല്ലോ. വീരൻ മൂളി. ആ ദേവകിയിൽ എന്റെ വല്യമ്മാവന് ജനിച്ച മകനാണ് ദേവനാഥ്, നമ്മുടെ പ്രധാന ശത്രു. അമ്മ വേശ്യയാണെന്ന് കേട്ട് വളർന്ന മകൻ 12-13 വയസ്സുള്ളപ്പോൾ നാടുവിട്ടു. അതും അവന്റെ അമ്മയുടെ അമ്മ മരിച്ച ശേഷം. അവർ അവനോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം, ജീവനവും പാലാഴിയും നശിപ്പിച്ചു കളയണമെന്ന്. തുടരും.